ഹലോ എവ്രി വൺ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ചലന നിയമങ്ങൾ. ഓക്കെ, ഒന്നാം ചലന നിയമം. അസന്തുലിതമായ ഒരു ബലം പ്രയോഗിക്കുന്നത് വരെ ഏതൊരു വസ്തുവും അതിന്റെ നിശ്ചലാവസ്ഥയിലോ നേർരേഖ സമചലനത്തിലോ തുടരുന്നു. അസന്തുലിതമായ ഒരു ബാഹ്യബലം പ്രയോഗിക്കുന്നത് വരെ ഏതൊരു വസ്തുവും അതിന്റെ നിശ്ചലാവസ്ഥയിലോ നേർരേഖ സമചലനത്തിലോ തുടരുന്നു. ഒന്നാം ചലന നിയമം അറിയപ്പെടുന്നത് ജഡത്വ നിയമം എന്നാണ്. ഉദാഹരണം: മാവിൻ കൊമ്പ് പെട്ടെന്ന് കുലുങ്ങുമ്പോൾ മാങ്ങ ഞെട്ടിട്ട് വീഴുന്നത്. രണ്ടാം ചലന നിയമം: ഒരു വസ്തുവിന് അനുഭവപ്പെടുന്ന ആക്ക വ്യത്യാസത്തിന്റെ നിരക്ക് അതിൽ പ്രയോഗിക്കുന്ന അസന്തുലിത ബാഹ്യബലത്തിന് നേർ അനുപാതത്തിലും ആക്ക വ്യത്യാസം ബലം പ്രയോഗിച്ച ദിശയിലും ആയിരിക്കും. ബലത്തിന് ഒരു സമവാക്യം രൂപീകരിച്ചത് രണ്ടാം ചലന നിയമത്തിൽ നിന്നാണ്. F=ma. ചലിക്കുന്ന വസ്തുവിന് മറ്റു വസ്തുക്കളിൽ ഏൽപ്പിക്കാൻ കഴിയുന്ന ആഘാതമാണ് ആക്കം, മൊമെന്റം. ആക്കം മൊമെന്റം മാസ് ഇൻറ്റു പ്രവേഗം. ആക്കം മാസ് ഇൻറ്റു പ്രവേഗം. യൂണിറ്റ് എന്താണ്? kg/m/s ആണ്. രണ്ടാം ചലന നിയമത്തിന് ഉദാഹരണം എന്താണ്? വാഹനം ഓടിക്കുന്നത്. ബലത്തിന്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ ആണ്. ന്യൂട്ടൺ. ഒരു kg മാസമുള്ള വസ്തുവിന് 1 m/s² ത്വരണം ഉണ്ടാക്കാൻ ആവശ്യമായ ബലമാണ് 1 ന്യൂട്ടൺ. F=kma. k × m × a. 1 = k × 1 × 1 ഓക്കെ. ആവേഗം, ഇമ്പൾസ്. ചെറിയ ഒരു സമയത്തേക്ക് പ്രയോഗിക്കുന്ന വലിയ ബലമാണ് ആവേഗ ബലം. ആവേഗം ബലം ഇൻറ്റു സമയം ns. ഒരു വസ്തുവിൽ ഉണ്ടാകുന്ന ആക്ക വ്യത്യാസം അതിൽ അനുഭവപ്പെടുന്ന ആവേഗത്തിന് തുല്യമായിരിക്കും. ആവേഗ ആക്കുത്വം. ആക്ക വ്യത്യാസം സ്ഥിരമായിരുന്നാൽ വസ്തുവിൽ അനുഭവപ്പെടുന്ന ബലം അത് പ്രയോഗിക്കാനെടുത്ത സമയത്തിന് വിപരീത അനുപാതത്തിലായിരിക്കും. F is proportional to 1/t. Okay, or F is inversely proportional to t. ഉദാഹരണം: ക്രിക്കറ്റ് ബോൾ പിടിക്കുമ്പോൾ കൈ പിറകോട്ട് വലിച്ച് ബോളും കൈയും സമ്പർക്കത്തിൽ വരുന്ന സമയം ദീർഘിപ്പിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ് മീ. വിൽ സീ നെക്സ്റ്റ് വീഡിയോ.